നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. നെതർലൻഡ്സ് തകർത്തെറിഞ്ഞു സ്വീഡനെ. 1-5 ഗോളുകൾക്കായിരുന്നു ലോകകപ്പിൽ നെതർലൻഡ്സിൻ്റെ വിജയം. നെതർലൻഡ്സിന് ഈ വിജയം അനിവാര്യമായിരുന്നു. കാരണം ആദ്യ മത്സരം സമനിലയിൽ അവസാനിച്ചിരുന്നു. ഒരൊറ്റ പോയിൻ്റായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഈ കളി ജയിച്ചേ മതിയാകുമായിരുന്നുള്ളൂ. അവർ സ്വീഡനെ ആ അർത്ഥത്തിൽ തന്നെ തകർത്ത് കളഞ്ഞു. ആദ്യം മുതൽ, കളിയുടെ തുടക്കം മുതൽ നിരന്തരം ആക്രമിച്ച് സ്വീഡനെ ഒരു സ്വൈരവും കൊടുത്തില്ല എന്ന് തന്നെ പറയണം. സ്വീഡനെ നിരന്തരം ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്ന നെതർലൻഡ്സ് കളിയുടെ 5-ാമത്തെ മിനിറ്റിൽ ആദ്യ ഗോളടിച്ച് മുന്നിലെത്തി. ബ്രോബെ ആയിരുന്നു ഗോളടിച്ചത്. 12 മിനിറ്റ് കഴിഞ്ഞ് 17-ാമത്തെ മിനിറ്റിൽ വീണ്ടും ബ്രോബെ തന്നെ രണ്ടാമത്തെ ഗോളും അടിച്ചു. അങ്ങനെ 5-ാമത്തെ മിനിറ്റിലും 17-ാമത്തെ മിനിറ്റിലും ഗോളടിച്ച് ബ്രോബെ ഇരട്ട ഗോൾ എന്ന നേട്ടം കരസ്ഥമാക്കി. പിന്നീട് ആദ്യ പകുതിയിൽ ഗോളൊന്നും വീണില്ല. സ്വീഡൻ യഥാർത്ഥത്തിൽ സ്വീഡന് ആക്രമിക്കാനുള്ള നേരം കിട്ടിയില്ല. കാരണം പ്രതിരോധിക്കുക മാത്രമായിരുന്നു ആദ്യ പകുതിയിൽ അവർക്ക് ചെയ്യാനുണ്ടായിരുന്നത്. നെതർലൻഡ്സ് അടിച്ചു കയറി വരുമ്പോൾ അവരെ പ്രതിരോധിക്കാനുള്ള നേരം മാത്രമേ സ്വീഡന് കിട്ടിയിരുന്നുള്ളൂ. രണ്ടാമത്തെ പകുതി തുടങ്ങി 2 മിനിറ്റിനുള്ളിൽ വീണ്ടും നെതർലൻഡ്സ് ഗോളടിച്ചു. ഇത്തവണ ഗാക്പോ ആയിരുന്നു ഗോളടിച്ചത് 47-ാമത്തെ മിനിറ്റിൽ. അങ്ങനെ 3 ഗോളിന് മുന്നിലെത്തി നെതർലൻഡ്സ്. 7 മിനിറ്റ് കഴിഞ്ഞ് 54-ാമത്തെ മിനിറ്റിൽ വീണ്ടും ഗാക്പോ വക ഗോളടിച്ചു. അങ്ങനെ ഗാക്പോയും ഇരട്ട ഗോൾ നേടി. അങ്ങനെ 4 ഗോളിന് 54 മിനിറ്റ് ആകുമ്പോഴേക്കും 4 ഗോളിന് നെതർലൻഡ്സ് മുന്നിലായിരുന്നു. സ്വീഡന് ഒരു തരത്തിലും ശ്വാസം വിടാനുള്ള സമയം കിട്ടിയിരുന്നില്ല. എന്നാൽ 5 മിനിറ്റിന് ശേഷം 59-ാമത്തെ മിനിറ്റിൽ സ്വീഡൻ ഒരു ഗോൾ തിരിച്ചടിച്ചു. അത് എലാങ്കയാണ് സ്വീഡന് വേണ്ടി ഗോളടിച്ചത്. അങ്ങനെ 1-4 ഗോൾ എന്ന നിലയിലേക്ക് 59-ാമത്തെ മിനിറ്റ് ആകുമ്പോഴേക്കും സ്വീഡൻ എത്തിച്ചു. പിന്നീട് അങ്ങോട്ട് ദീർഘനേരം അരമണിക്കൂറോളം ഇരു ടീമുകൾക്കും ഗോളടിക്കാനായില്ല. നെതർലൻഡ്സ് ആക്രമണം തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു ഘട്ടത്തിലും നെതർലൻഡ്സ് ആക്രമണം അവസാനിപ്പിച്ചില്ല. ഒടുവിൽ 89-ാമത്തെ മിനിറ്റിൽ സമ്മർവില്ലയിലൂടെ നെതർലൻഡ്സ് തങ്ങളുടെ 5-ാമത്തെ ഗോളും നേടി. അങ്ങനെ 5 ഗോളിന് ഒരു സമ്പൂർണ്ണ വിജയം നെതർലൻഡ്സ് നേടിയിരിക്കുന്നു. 1-5 ഗോളുകൾക്ക് സ്വീഡനെ തകർത്തുകൊണ്ട് വിലപ്പെട്ട 3 പോയിന്റ് നേടി. ഇപ്പോൾ മൊത്തം 4 പോയിന്റുമായി നിൽക്കുകയാണ് നെതർലൻഡ്സ്. തീർച്ചയായിട്ടും ഇത് നെതർലൻഡ്സ് എല്ലാ അർത്ഥത്തിലും അർഹിച്ച വിജയമായിരുന്നു. അതുതന്നെയാണ്. നെതർലൻഡ്സ് മാത്രമേ കളിയിലുണ്ടായിരുന്നു എന്ന് തന്നെ പറയണം. സ്വീഡൻ തീർത്തും നിഷ്പ്രഭമായി പോയി. കളിയുടെ തുടക്കം മുതൽ നെതർലൻഡ്സിൻ്റെ തേരോട്ടമായിരുന്നു. ആ തേരോട്ടം എല്ലാ അർത്ഥത്തിലും ശരിവയ്ക്കുന്ന ഒരു ഫലമാണ് 5-1 എന്ന സ്കോറിൽ കാണാൻ കഴിയുക.